ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നതാണ്. നേന്ത്രപ്പഴം, 1 കപ്പ് മൈദ, 2 മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഈ പഞ്ചസാര പൊടിച്ചിട്ട് ആ മൈദപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം. ഈ മൈദ പഞ്ചസാര പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു നഗറ്റ്സ് ടൈപ്പായിട്ട് എനിക്കിത് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ബനാന നഗറ്റ്സ് എന്ന് ഇതിനെ വിളിക്കാം കേട്ടോ. ഇനി ഇതിനെ എങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ മുറിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, ആ റെഡിയാക്കി വെച്ച മൈദയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള കൂട്ടിലേക്ക് നന്നായിട്ട് മുക്കുക. അപ്പം എല്ലാ ഭാഗത്തും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മൈദേനെ കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ കലക്കി വെച്ച മുട്ടയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിൽ നന്നായി പഴത്തിനെ കവർ ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പഴവും സെയിം ടൈപ്പിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പാനിൽ നന്നായി ചൂടായ ഓയിൽ, നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യുന്ന ആ ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ബനാന നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബനാന നഗറ്റ്സ് പേര് പ്രോപ്പറൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഇട്ട പേരാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. സിമ്പിളാണ്, നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്, നല്ല ചൂടിൽ നല്ല ചായൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ആയിട്ടാണ്. എങ്കിൽ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.